നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെലങ്കാനയിൽ 14 പേരിൽ ഒരാൾക്ക് വീതം വൃക്ക സംബന്ധമായ തകരാറുകൾ ഉള്ളതായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കണ്ടെത്തൽ. ബാലനഗർ ഒരുമ കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഒക്ടോബർ 19 കാനാജിഗുഡയിലുള്ള SNECS സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ടു. കേരളത്തിലെ 4ാമത്തെ സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജിന് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിൽ തറക്കല്ലിട്ടു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ രാജ്യത്തെ സംഗീത പ്രതിഭകളെ കണ്ടെത്താനായി നടത്തുന്ന എയ്മ വോയിസ് ദേശീയ സംഗീത മത്സരത്തിന്റെ ദക്ഷിണ മേഖലാ മത്സരം ഒക്ടോബർ 26 ചെന്നൈയിൽ സംഘടിപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കായ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ 28 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ടാക്സി സർവീസ് രംഗത്തെ പ്രമുഖരായ ഓല, ഊബർ തുടങ്ങിയ കമ്പനികളുടെ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഭാരത് ടാക്സി നിരത്തിലിറക്കി കേന്ദ്ര സർക്കാർ. ഹൈടെക് സിറ്റി യശോദ ഹോസ്പിറ്റലിലെ സീനിയർ സർജിക്കൽ ഓങ്കോളജിസ്റ്റും റോബോട്ടിക് സർജനുമായ ഡോക്ടർ രാജേഷ് ഗൌഡ് സ്തനാർബുദവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കായി പിങ്ക് പവർ എന്ന പുസ്തകം പുറത്തിറക്കി. അബിഡ്സിലെ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നിന്ന് 1975 പാസ്സായ 40 വിദ്യാർത്ഥികൾ 50 വർഷങ്ങൾക്ക് ശേഷം മാതൃവിദ്യാലയത്തിൽ ഒത്തുകൂടി ഓർമ്മകൾ പങ്കുവച്ചു. വാർത്തകൾ വിശദമായി. തെലങ്കാനയിൽ 14 പേരിൽ ഒരാൾക്ക് വീതം വൃക്ക സംബന്ധമായ തകരാറുകൾ ഉള്ളതായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കണ്ടെത്തൽ. പ്രമേഹവും രക്തസമ്മർദ്ദവും ഒന്നുമില്ലാത്ത 20-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണ് വൃക്ക തകരാറുമായി ആശുപത്രികളിൽ എത്തുന്നതെന്ന് ഹൈദരാബാദിലെ ഉസ്മാനിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നു. ഉസ്മാനിയ ജനറൽ ആശുപത്രിയിലെയും അപ്പോളോ ആശുപത്രിയിലെയും നെഫ്രോളജിസ്റ്റുകൾ ഇന്ത്യൻ ജേണൽ ഓഫ് നെഫ്രോളജിയിൽ പ്രസിദ്ധീകരിച്ച വിവരങ്ങളനുസരിച്ച് ചെറുപ്പക്കാരിലും ആരോഗ്യമുള്ളവരിലുമാണ് ഈ അജ്ഞാത വൃക്കരോഗം കാണപ്പെടുന്നതെന്ന് അറിയുന്നു. നഗരപ്രദേശങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്ന ഈ രോഗത്തിൻ്റെ കാരണം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മലിനമായ വെള്ളം, സ്ഥിരീകരിക്കാത്ത സപ്ലിമെന്റുകളുടെ ദീർഘകാല ഉപയോഗം, അമിതമായ കഫീൻ, കുറഞ്ഞ ജല ഉപഭോഗം തുടങ്ങിയവ അസുഖത്തിന് കാരണമായേക്കാമെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. ബാലനഗർ ഒരുമ കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഒക്ടോബർ 19 കാനാജിഗുഡയിലുള്ള SNECS സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട വനിതാ ശിശുക്ഷേമ പട്ടികജാതി വികസന സെക്രട്ടറി ശ്രീമതി അനിത രാമചന്ദ്രൻ IAS പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. തണൽ മലയാളി സേവാ സമിതിയുടെ ചെയർമാനും മുതിർന്ന പത്രപ്രവർത്തകനുമായ ശ്രീ CG ചന്ദ്രമോഹൻ, CTRMA പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിൻ, ആത്മാ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ BN അജയകുമാർ, തണൽ വൈസ് പ്രസിഡന്റ് ശ്രീ VK ബാലൻ, നവോദയ സെക്രട്ടറി ശ്രീ MK ബാബു, SNECS സെക്രട്ടറി ശ്രീ പത്മനാഭൻ മാവേലി, കൈരളി സമാജം പ്രസിഡന്റ് ശ്രീ MM എബ്രഹാം, സംഗമം സെക്രട്ടറി ശ്രീ KD ഉദയൻ, പ്രസിഡന്റ് VK രാമചന്ദ്രൻ തുടങ്ങിയ വിവിധ സംഘടനാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ വ്യക്തികളെയും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. ഒരുമയുടെ വനിതാ വിഭാഗം ഒരുക്കിയ തിരുവാതിരകളെയും മറ്റ് വിവിധ കലാപരിപാടികളും സദസ്സ് നന്നായി ആസ്വദിക്കുകയും സ്വാദിഷ്ടമായ ഓണസദ്യയിൽ പങ്കുചേരുകയും ചെയ്തു. തിരക്കിനിടയിലും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീമതി അനിത രാമചന്ദ്രനെയും സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും സ്വന്തം പേരിലും ഒരുമ കുടുംബാംഗങ്ങളുടെ പേരിലും ഒരുമ ജോയിന്റ് സെക്രട്ടറി ശ്രീ ജയൻ നന്ദി അറിയിച്ചു.
കേരളത്തിലെ 4ാമത്തെ സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജിന് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിൽ തറക്കല്ലിട്ടു. 25 ഏക്കർ സ്ഥലത്താണ് ആയുർവേദ മെഡിക്കൽ കോളേജ് നിർമ്മിക്കുന്നത്. ഉടുമ്പൻചോല MLA ശ്രീ MM മണി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. അതിർത്തി പ്രദേശമായ ഉടുമ്പൻചോലയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിലൂടെ അയൽ സംസ്ഥാനത്തെ ആളുകൾക്കും ചികിത്സ തേടാനുള്ള അവസരമൊരുങ്ങും. ആരോഗ്യ സംരക്ഷണത്തിനായി വിദേശ ടൂറിസ്റ്റുകളെയും ലക്ഷ്യമിടുന്നുണ്ട്. ആശുപത്രിയുടെ ഭാഗമായ OP വിഭാഗം മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ ചികിത്സ, ശല്യതന്ത്ര ഓർത്തോപീഡിക്സ്, കായിക ചികിത്സ, ജനറൽ മെഡിസിൻ എന്നീ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ രാജ്യത്തെ സംഗീത പ്രതിഭകളെ കണ്ടെത്താനായി നടത്തുന്ന എയ്മ വോയിസ് ദേശീയ സംഗീത മത്സരത്തിന്റെ ദക്ഷിണ മേഖലാ മത്സരം ഒക്ടോബർ 26 ചെന്നൈയിൽ സംഘടിപ്പിച്ചു. മലയാളി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ദക്ഷിണ മേഖലാ മത്സരം ശ്രീ VK രാമകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ എന്നീ 3 വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം. ജൂനിയർ വിഭാഗത്തിൽ നിന്ന് GS കൃഷ്ണ, വിവാൻ അജയ്, അന്യ ജോസഫ് എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സീനിയർ വിഭാഗത്തിൽ നിന്ന് ഭദ്ര, പാർവതി S പ്രസാദ്, R കൃഷ്ണാനന്ദ് എന്നിവരും, സൂപ്പർ സീനിയർ വിഭാഗത്തിൽ നിന്ന് അമൃതരാജ്, മനീഷ്, സാരംഗി സുരേഷ് എന്നിവരും 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തെലങ്കാനയിൽ നിന്ന് 8 പേർ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ഡിസംബർ 25 മുതൽ 28 വരെ കൊച്ചിയിൽ നടക്കും. ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കായ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ 28 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സുവോളജി പാർക്ക് എല്ലാവരും സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കട്ടെ. സാധാരണ മൃഗശാലകളിൽ നിന്നും വ്യത്യസ്തമായി മൃഗങ്ങൾക്ക് പ്രത്യേകം ആവാസ വ്യവസ്ഥയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പുതിയ ആവാസ വ്യവസ്ഥകളുമായി മൃഗങ്ങൾക്ക് പൊരുത്തപ്പെടേണ്ടതിനാൽ ജനുവരി മുതലേ പൊതുജനങ്ങൾക്ക് പാർക്ക് തുറന്നു കൊടുക്കുകയുള്ളൂ. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുലി, കടുവ, ഒട്ടകപ്പക്ഷി, യമു, മാനുകൾ, മയിലുകൾ, വർണ്ണപ്പക്ഷികൾ, കാട്ടുപോത്ത് എന്നിവയെ 336 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിദേശത്തു നിന്നും കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുവരും. കിഫ്ബി വഴി ലഭിച്ച 331 കോടി രൂപ ചെലവിട്ടാണ് സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്വകാര്യ ടാക്സി സർവീസ് രംഗത്തെ പ്രമുഖരായ ഓല, ഊബർ തുടങ്ങിയ കമ്പനികളുടെ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഭാരത് ടാക്സി നിരത്തിലിറക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്ര സഹകരണ മന്ത്രാലയവും നാഷണൽ ഗവേണൻസ് ഡിവിഷനും ചേർന്നാണ് രാജ്യത്തെ ആദ്യത്തെ സഹകരണ ടാക്സി സർവീസിന് തുടക്കമിട്ടത്. ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഭാരത് ടാക്സി ആദ്യഘട്ടത്തിൽ ഓടിത്തുടങ്ങുക. പിന്നീട് രാജ്യത്തുടനീളം ഇത് വ്യാപിപ്പിക്കാനാണ് പദ്ധതി. പൈലറ്റ് ഘട്ടം നവംബറിൽ ഡൽഹിയിൽ തുടങ്ങും. തുടർന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിലും സാമ്പത്തിക വർഷാവസാനത്തോടെ മഹാരാഷ്ട്രയിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കമ്മീഷൻ ഇല്ലാതെയും ഡ്രൈവർമാരുടെ വരുമാനം പൂർണ്ണമായും അവർക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയും ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു മാതൃകയാണ് ഭാരത് ടാക്സി ലക്ഷ്യമിടുന്നതെന്ന് അറിയുന്നു. ഹൈടെക് സിറ്റി യശോദ ഹോസ്പിറ്റലിലെ സീനിയർ സർജിക്കൽ ഓങ്കോളജിസ്റ്റും റോബോട്ടിക് സർജനുമായ ഡോക്ടർ രാജേഷ് ഗൗഡ് സ്തനാർബുദവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കായി പിങ്ക് പവർ എന്ന പുസ്തകം പുറത്തിറക്കി. സ്തനാർബുദ പരിശോധന, മുന്നറിയിപ്പ്, ലക്ഷണങ്ങൾ, പോഷകാഹാരം, വ്യായാമം,
ചികിത്സക്കിടയിലും ശേഷവുമുള്ള ക്ഷേമം എന്നിവയെക്കുറിച്ച് സ്ത്രീകളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പിങ്ക് പവർ എന്ന പുസ്തകം. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ഡി അനസൂയ സീതക്ക, ചലച്ചിത്ര നടി കുമാരി ശ്രീലീല, യശോദ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ GS റാവു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പുസ്തക പ്രകാശനം. സ്തനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ സ്ത്രീകളിൽ 50%-ലധികം പേർക്കും സ്തനാർബുദം വരുന്നത് 3-4 ഘട്ടങ്ങളിൽ മാത്രമാണ്. ഇതിനുള്ള പ്രധാന കാരണം സ്ത്രീകൾക്കിടയിലുള്ള അവബോധമില്ലായ്മയാണെന്ന് മന്ത്രി സീതക്ക പറഞ്ഞു. അബിഡ്സിലെ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നിന്ന് 1975 പാസ്സായ 40 വിദ്യാർത്ഥികൾ 50 വർഷങ്ങൾക്ക് ശേഷം മാതൃവിദ്യാലയത്തിൽ ഒത്തുകൂടി ഓർമ്മകൾ പങ്കുവച്ചു. UK, US, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയവരുൾപ്പെടെ 40 പൂർവ്വ വിദ്യാർത്ഥികളാണ് മാതൃവിദ്യാലയത്തിൽ ഒത്തുകൂടിയത്. സ്കൂൾ യൂണിഫോം ധരിച്ചും പഴയ ക്ലാസ് മുറിയിലിരുന്നും സ്കൂൾ കാന്റീനിൽ നിന്ന് ഇഷ്ടപ്പെട്ട ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടുമാണവർ ഓർമ്മകൾ പങ്കുവച്ചത്. 50 വർഷങ്ങൾക്ക് മുൻപ് ഈ പൂർവ്വ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച 2 അധ്യാപകരായ മേരി ജോസഫൈൻ, S. നർസിംലു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പാൾ റവറൻഡ് ബ്രദർ ആന്റണി ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ പരിസരത്ത് ഒരു മരം നട്ടുപിടിപ്പിക്കുകയും 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വിദ്യാർത്ഥികൾ കളിച്ചിരുന്നതുപോലെ ഒരു കബഡി മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു. തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.